യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ 3 കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ഏതൊക്കെ കേസുകളിലാണ് പോലീസിന്റെ നടപടി? KP രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. ഫോർമലായി മ്യൂസിയം പോലീസും അതുപോലെ തന്നെ കണ്ടോൺമെന്റ് പോലീസും പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം സംഘടിപ്പിച്ച വലിയൊരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നടന്ന അക്രമങ്ങളാണ് നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ കഴിയുന്നത്. ഈ അക്രമങ്ങളിൽ വ്യാപകമായിട്ടുള്ള പൊതുമുതൽ നശിപ്പിക്കുകയും പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെ ശക്തമായ പോലീസിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തത്. അതിൽ ഉൾപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 4ാം പ്രതിയായിട്ടുള്ള കേസ്. ആ കേസിൽ റിമാൻഡ് കാലാവധി തുടരുന്ന സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിലെ അതോടൊപ്പം തന്നെ DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നേരത്തെ ഉൾപ്പെടുത്താത്ത വകുപ്പുകൾ നേരത്തെ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നിലവിലിപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ ഔദ്യോഗികമായി പൂജപ്പുര ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് DGPയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു. അതിൽ പൊതുമുതൽ നശിപ്പിക്കുക, അതുപോലെ തന്നെ പോലീസിനെ കയ്യേറ്റം ചെയ്യുക, അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുടെ പ്രോപ്പർട്ടികളിൽ കയറി കയ്യേറ്റ ശ്രമം അല്ലെങ്കിൽ പ്രോപ്പർട്ടികളിൽ അതുപോലെ സ്വകാര്യ വ്യക്തികളുടെ വസ്തുവകകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മ്യൂസിയം പോലീസും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും കോടതിയിലേക്ക് ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ തടവിൽ കഴിയുന്ന ശിക്ഷ കാലാവധി അല്ലെങ്കിൽ റിമാൻഡ് കാലാവധി അവസാനിച്ചാലും ഇപ്പോൾ എടുത്തിട്ടുള്ള കേസുകളിൽ ശിക്ഷ റിമാൻഡിൽ കഴിയുന്ന ദിവസങ്ങൾ കൂടേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നിലവിലെ 3 കേസുകൾ രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് 500 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിനുശേഷം DGPയുടെ ഓഫീസിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ വലിയൊരു മാർച്ച് ഉണ്ടായിരുന്നു. ഈ മാർച്ചിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പൊതുമുതൽ നശിപ്പിക്കുക, അതോടൊപ്പം തന്നെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തത് തുടങ്ങിയ ഈ PPP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിലെ അറസ്റ്റ് ചെയ്ത 3 കേസുകളിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കേസിലും കൂടി റിമാൻഡിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ റിമാൻഡ് കാലാവധി കൂടിയേക്കാനുള്ള സാധ്യതയും ഉണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മ്യൂസിയം പോലീസും കണ്ടോൺമെന്റ് പോലീസുമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.